ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പം നാളത്തെ എപ്പിസോഡിൽ നമുക്ക് പ്രേക്ഷകരായി നമുക്ക് ഒരുപാട് സങ്കടം തരുന്ന ഒരു ഭാഗം തന്നെയാണ്. കാരണം നമ്മളൊക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് അലീനയെയും മനുവിനെയും ബാലചന്ദ്രനെയും വൈജയന്തിയുടെയൊക്കെ ജീവിത കഥയാണ്. പക്ഷെങ്കിൽ ഒരാഴ്ചയായിട്ട് നമ്മുടെ രേവതിക്കുട്ടിയുടെയും മാമച്ചായൻ്റെയും ഗ്രേസ് മാമയുടെയൊക്കെ കഥയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിലും അത് തന്നെയാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് സങ്കടമുണ്ട്, നമുക്കെല്ലാം സങ്കടമുണ്ട്. അലീനയുടെയും മനുവിൻ്റെയും അതുപോലെ വൈജയന്തിയുടെയൊക്കെ കഥ പറയാൻ കഴിയാത്തത് കൊണ്ട് എന്തായാലും അവർ വരുമ്പോൾ സൂപ്പറായിട്ട് തന്നെ അവർ വരും. കാരണം വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളായിരിക്കും വരുന്ന ആഴ്ചയിൽ കാണാൻ പോകുന്നത്. കാരണം ഇപ്പോൾ മാമച്ചൻ്റെയും ഗ്രേസ് മാമയുടെയും ജീവിത കഥയാണെങ്കിൽ അടുത്ത ദിവസം നമ്മുടെ അലീനയും അതുപോലെ ബാലചന്ദ്രനും വൈജയന്തിയും ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം വലിയൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകൾ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൂടി നമുക്ക് നമ്മുടെ രേവതിക്കുട്ടിയുടെയും അതുപോലെ ഷെറിൻ്റെയും ടോണിയുടെയും നമ്മുടെ മാമച്ചായൻ്റെയൊക്കെ കഥയുമായിട്ട് മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു. അങ്ങനെ രേവതിക്കുട്ടി ഷെറിൻ്റെ അല്ലെങ്കിൽ മാമച്ചായൻ്റെയും ഗ്രേസ് മാമയുടെയും മോൻ്റെ കുഞ്ഞ് ഷെറിനിൽ ഉണ്ടായെന്നും അതിനുശേഷം ഷെറിൻ വിവാഹം കഴിക്കുകയും ആ വിവാഹത്തിന് ശേഷമാണ് അവരുടെ കുഞ്ഞ് അവർക്ക് നഷ്ടമായതെന്നും മനസ്സിലാക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ രേവതിക്കുട്ടിയുടെ അന്വേഷണം, അങ്ങനെ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് എന്ന തലത്തിലേക്ക് എത്തുന്ന ഒരു ഭാഗമൊക്കെയാണ്. അത് വലിയൊരു ആശ്വാസം മാമച്ചായനും ഗ്രേസ് മാമിക്കും ഉണ്ടാകും. അങ്ങനെ ടോണിയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് നാളത്തെ എപ്പിസോഡിൽ. നിങ്ങൾക്ക് ആ കുഞ്ഞ് ഷെറിൻ ചേച്ചിയുടെ കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ടോണി പറയുന്നുണ്ട്, ഞാൻ വിവാഹം ചെയ്തതിന് ശേഷം വീട്ടുകാർ ആ കുട്ടിയെ വേറെ എങ്ങോ ഒരു അനാഥാലയത്തിൽ ആക്കുകയും അതിനുശേഷം ആ വീട്ടുകാർ ഞങ്ങളറിയാതെ ആ കുട്ടിയെ വേറെ എവിടെയൊക്കെയോ മാറ്റിയെന്ന് പറയാം കേട്ടോ. അപ്പം രേവതിക്കുട്ടി ചോദിക്കുക, മറുചോദ്യങ്ങൾ ചോദിച്ച് ടോണിയെ കൂടുതൽ കൺഫ്യൂഷനിലേക്ക് എത്തിക്കുമ്പോൾ ടോണിക്ക് പെട്ടെന്ന് ദേഷ്യമുണ്ടാക്കുകയും രേവതിക്കുട്ടിയോട് വഴക്കുണ്ടാക്കുകയും എന്തിനാണ് നീ ആ കുഞ്ഞിനെ പോയി കുഞ്ഞ് വളർത്താൻ വേണ്ടിയാണോ എന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കി. എന്നാലും രേവതിക്കുട്ടിയും മാമച്ചായനും ഗ്രേസ് മാമയും അത് വിടാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ അവർ അവിടുന്ന് നിരാശയോടുകൂടി ഇറങ്ങിപ്പോയതെങ്കിലും രേവതിക്കുട്ടി പറയുന്നു, നമുക്ക് ടോണിച്ചായനെ ഒന്നുകൂടെ കാണണം, ടോണിനെ ഒന്നുകൂടെ കണ്ട് നമ്മുടെ ഷെറിൻ ചേച്ചിയുടെ കഥയുമായിട്ട് വീണ്ടും ചോദിച്ച് അവർക്കുണ്ടായ കുഞ്ഞിനെ എവിടെയാണ് അവർ മാറ്റിയിരിക്കുന്നത് എന്ന് കണ്ടെത്തുകയും ആ കുട്ടിയെ നമ്മൾ കൊണ്ടുവരികയും ചെയ്യണമെന്ന് രേവതിക്കുട്ടി മാമച്ചായനോടും ഗ്രേസ് മാമയോടും പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷമുണ്ടാകുന്നുണ്ടോ. ഇതിനിടയിലാണ് വീണ്ടും അവർക്ക് സങ്കടമുണ്ടാക്കുവാൻ വേണ്ടി ആ രേവതിക്കുട്ടിയെ അന്വേഷിച്ച് തൻ്റെ അവകാശികൾ വീണ്ടും എത്തുകയാട്ടോ. അപ്പോൾ പെട്ടെന്ന് ഗ്രേസ് മാമയും മാമച്ചായനും ഇനി തടയുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് രേവതിക്കുട്ടിയോട് ചെന്ന് പറയുകയാണ് രേവതിക്കുട്ടി കഴിഞ്ഞ ആരാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, നിന്നെ അന്വേഷിച്ച് വന്ന ആ മനുഷ്യൻ തന്നെയാണ് വീണ്ടും എത്തിയിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് രേവതിക്കുട്ടിയുടെ മുഖത്തൊരു പെട്ടെന്നൊരു സന്തോഷവും ഒരു ആകാംക്ഷയും ഉണ്ടാകുകയാട്ടോ. ഇത് പെട്ടെന്ന് ഗ്രേസ് മാമയ്ക്ക് സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും അവരെ കാണുവാൻ വേണ്ടി ഒരു ആകാംക്ഷ മാത്രമാണ്. പക്ഷേ ആര് എന്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും രേവതിക്കുട്ടി പോകില്ല എന്നൊരു തീരുമാനത്തിൽ നിൽക്കുകയാണ് മാമച്ചായനെയും ഗ്രേസ് മാമേനെയും വിട്ട്. എന്തായാലും വന്ന അതിഥിയെ സ്വീകരിച്ച് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച് രേവതിക്കുട്ടി ഒഴിവാക്കുക മാത്രമായിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അങ്ങനെ അതിനുശേഷം കാണുന്നത് വീണ്ടും ടോണിയുടെ ജീവിതകഥയുമായിട്ട് വീണ്ടും പോകുന്ന ഒരു ഭാഗങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. എന്തായാലും അലീനയുടെയും മനുവിൻ്റെയും കഥയിലേക്ക് പോകുമ്പോൾ നമ്മുടെ വൈജയന്തി വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് അല്പം സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വരുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുകയും അതിനോടൊപ്പം ബാലചന്ദ്രനും അലീനയും ഒക്കെ കൂടുതലായിട്ട് കെയർ ചെയ്ത് നമ്മുടെ വൈജയന്തിയെ കെയർ ചെയ്യുന്ന ഒരു ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണുന്നുണ്ട്. വീണ്ടും അടുത്ത ദിവസത്തെ പ്രമോ ശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.